ശബരി റെയിൽ പദ്ധതി രണ്ട് ഘട്ടമായി വിപുലീകൃതമായ രീതിയിൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടും. ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽ പാത പൂർത്തീകരിക്കും. നിർമ്മാണ ചെലവിന്റെ 50% തുക കിഫ്ബി വഹിക്കാമെന്ന സർക്കാർ തീരുമാനം തുടരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ഒറ്റവരി പാതയായി തന്നെ ഈ പദ്ധതി എത്രയും വേഗം നടപ്പാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ശബരി റെയിൽ ലൈനിന്റെ 1997-98 ബജറ്റിൽ നിർദ്ദേശിച്ച പദ്ധതി പ്രകാരമുള്ള ആദ്യഘട്ടമായിരിക്കും പൂർത്തിയാക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലാണ് ഏകദേശ ധാരണയിലേക്ക് എത്തിക്കുന്നത്. ഏതാണ്ട് 3000 കോടിയിലധികം രൂപ ഇതിന് ചെലവായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 50% തുക സംസ്ഥാന സർക്കാരായിരിക്കും വഹിക്കുന്നത്. ഈ പണം കിഫ്ബിയിൽ നിന്ന് വകയിരുത്താനാണ് ഇന്നത്തെ യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും ഇതിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽ പാത പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1997-98 ബജറ്റിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയപ്പോൾ മുതൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. ഏതാണ്ട് 8 കിലോമീറ്ററോളം സ്ഥലം ഇതിനുവേണ്ടി ഏറ്റെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വിവിധ പ്രതിഷേധങ്ങളും മറ്റ് എതിർപ്പുകളും ഒക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ആ ചർച്ചകളൊക്കെ വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ അതിന് വീണ്ടും ജീവൻ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി ഒരു പച്ചക്കൊടി വീശുന്ന സാഹചര്യം ഉണ്ടായാൽ അടിയന്തരമായി ശബരി റെയിൽ പദ്ധതി 2 ഘട്ടങ്ങളായി വിപുലമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.